ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം തംബ്നെയിൽ കണ്ട പോലെ ആരും ഉണ്ടാക്കാത്ത ഒരു ട്രിങ്ക് ഡിഷ് ഉണ്ടാക്കണം എന്നുള്ളതിലാണ് പോണ്ട് തീമിലുള്ള ട്രിങ്ക് ഡിഷിലേക്ക് എത്തിപ്പെട്ടത്. തുടക്കത്തിൽ പാളിപ്പോയിട്ടുണ്ടെങ്കിലും നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് അടിപൊളി സപ്പോർട്ടും കാര്യങ്ങളും എനിക്ക് തന്നത് പ്രമാണിച്ച് ഞാനത് രണ്ടാമത് ഉണ്ടാക്കാൻ തുടങ്ങി. ഫസ്റ്റ് ഉണ്ടാക്കി ഒന്നെടുത്ത് പൊന്തിച്ചപ്പോൾ നമ്മളെ ഉരുളൻ കല്ലുകളൊക്കെ ചിന്നിച്ചെതറി ഓരോ വൈക്ക് അങ്ങോട്ട് പോയി. പിന്നെ ഉണ്ടാക്കണമെന്നുള്ള ഡൗട്ടിലാണ് നിന്നപ്പോഴാണ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും പറഞ്ഞത് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാൻ. അപ്പോൾ പിന്നെ ചെയ്യുമ്പം അത് കറക്റ്റ് ചെയ്തിട്ട് ഇതിനനുസരിച്ച് ചെയ്യണമല്ലോ, കല്ലുകൾ ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ച് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ബോർഡർ ഒന്ന് സെറ്റാക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ഒന്നും കൂടി സ്റ്റിക്കി ആയിട്ട് അവിടെ നിന്നോളുമല്ലോ. അപ്പം പിന്നെ രണ്ടാമതും കുഴച്ചൊക്കെ എടുത്ത് പരത്തി സെറ്റാക്കി മോഡലൊക്കെ സെറ്റാക്കിയിട്ട് ബോർഡറും സെറ്റാക്കി കൊടുക്കും. അതോടെ നമ്മളെ വൈറ്റ് ക്ലേ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേറെ ബ്ലാക്ക് ക്ലേ ആണുള്ളത്. എനിക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നിയത് വൈറ്റ് തന്നെയാണ്. അപ്പം പിന്നെ അതില്ലാത്തതുകൊണ്ട് നമുക്ക് ബ്ലാക്ക് വെച്ചിട്ട് സ്റ്റോൺസൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ പറയാനുള്ള കാര്യം നമ്മൾ ഗിവ് അവേനെ കുറിച്ചിട്ടാണ്. ഈ 28-നാണ് നമ്മളെ വിന്നറെ സെലക്ട് ചെയ്യുന്നത്. ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. വീഡിയോ കണ്ടു നോക്കുക. കൂടുതൽ കമൻസ് ഇടുന്നവർക്കാണ് ചാൻസ് ഓഫ് വിന്നിങ്. അപ്പോൾ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ 28-നാണ് നമ്മളെ വിന്നറെ സെലക്ട് ചെയ്യുന്നത്. എന്തായാലും 1 ഡേ എടുക്കും നമുക്ക് ഇതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടാൻ. പിന്നെ ഞാനൊരു മരത്തിൻ്റെ ഒരു പീസ് പോലെ ഒരു ബെഞ്ച് നമുക്ക് സെറ്റാക്കി എടുക്കാൻ വേണ്ടി, ആ സ്റ്റോൺമ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബെഞ്ചും, അതുപോലെ ബെഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു മരക്കഷ്ണം, പിന്നെ ഒരു മഷ്റൂമും കൂടി സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് ഉണങ്ങിയിട്ട് വേണം ഇതൊക്കെ ഒന്ന് പെയിൻറ്റ് അടിച്ചെടുക്കാൻ. അതാണ് നമ്മളെ വലിയ ടാസ്ക്, ഉണങ്ങി കിട്ടുക എന്നുള്ളത്. വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ക്രാക്സ് വീഴും. പിന്നെ ഡ്രയറൊക്കെ വെച്ചിട്ട് ഉണക്കാം. പക്ഷെ കുറച്ചും കൂടി നല്ലത് സ്വമേധ ഉണങ്ങി കിട്ടുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അങ്ങനെ 1 ഡേ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് വൈറ്റ് പെയിൻറ്റ് ഫസ്റ്റ് അടിച്ചു കൊടുക്കുക. ഒരു വൈറ്റ് കോട്ടിങ് അടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി അത് നമ്മൾ ബാക്കിയുള്ള കളേഴ്സ് കൊടുക്കുമ്പോൾ കുറച്ചും കൂടിയും നന്നായി കിട്ടും. അപ്പോൾ അതിന് ഫസ്റ്റ് തന്നെ ഫുള്ള് വെച്ചിട്ട് വൈറ്റ് കവർ ചെയ്തെടുത്തു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ബ്ലാക്ക് ക്ലേ എനിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിനെക്കൊണ്ട് അത് എത്ര നോക്കിയിട്ട് അതിന് ഒരു 2 കോട്ടിങ്ങൊക്കെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ മഷ്റൂമിന് എല്ലാത്തിനും 2 കോട്ടിങ്ങൊക്കെ കൊടുത്ത് ഇത് ഉണങ്ങി കിട്ടലാണ്. കുറേയൊക്കെ ഞാൻ പെയിൻറ്റ് അടിക്കുന്നതൊക്കെ മിക്കതും ഡ്രയറൊക്കെ വെച്ചങ്ങാണ്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബെഞ്ചിൻ്റെ മരത്തിൻ്റെ ഒക്കെ ഒരു തീമിലാക്കിയിട്ട് എല്ലാം കളർ ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് പോണ്ടിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. വെള്ളം അങ്ങനെയാണല്ലോ, ഒരു ബ്ലൂ അല്ല ഗ്രീൻ അല്ല, അങ്ങനെ ഒരു കളറിലുള്ള ഒരു വെള്ളം സെറ്റാക്കി എടുക്കുക. അതിൽ മീനിനെയൊക്കെ വരച്ചെടുക്കുക. ഇതൊക്കെ നമ്മളൊരു ഐഡിയക്ക് ചെറുതാക്കിക്കൊണ്ട് ഇതാക്കി വരച്ചെടുക്കുമ്പോൾ ഒക്കെ അതേമാതിരി നമുക്ക് തോന്നും. അങ്ങനെ മീനും ഇതൊക്കെ സെറ്റായി. ഇനി കല്ലുകളൊക്കെ കളർ ചെയ്തെടുക്കാം. പിന്നെ കുറച്ചും കൂടി ഒരു റിയലിസ്റ്റിക് തോന്നാൻ വേണ്ടിയിട്ട് കുറച്ച് അവിടെയും ഇവിടെയും പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് വേറെ കളർ ഗ്രീനോ അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീനോ അങ്ങനത്തെ ഏതെങ്കിലും ബ്രൗണൊക്കെ കൂടിയിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്റ്റോണും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട്. കുറേ പേര് വീഡിയോസൊക്കെ കാണുന്നുണ്ട്, പക്ഷേ കമൻസും അതുപോലെ ലൈക്ക് ചെയ്യുക അതൊക്കെ ഞാൻ ഇങ്ങനെ പറയണം, എന്നാലേ അതൊക്കെ ചെയ്യുള്ളൂ. ചിലവർ അതിനായിട്ട് നല്ല അടിപൊളിയായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ. കുറേ പേര് ഞാൻ അങ്ങനെ നോട്ട് ചെയ്തേക്കലുണ്ട്. ടോപ്പ് കമൻറ്റർ ആയിട്ടുള്ള തേജക്കുട്ടി അടിപൊളി സപ്പോർട്ടാണ് കേട്ടോ. എല്ലാ വീഡിയോസിനും കറക്റ്റ് എല്ലാ കാര്യങ്ങളും വന്ന് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ചേഞ്ചസിനും കാര്യങ്ങളൊക്കെ കറക്റ്റ് വന്ന് പറയലുണ്ട്. അപ്പോൾ അതുപോലത്തെ സബ്സ്ക്രൈബേഴ്സിനാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ ഫൈനലി സ്റ്റോണൊക്കെ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. എത്ര വട്ടം വെച്ച് നോക്കിയിട്ട് ആ മഷ്റൂം അവിടെ നിൽക്കണില്ല. അങ്ങനെ ഞാൻ ഒരുവിധം പിടിച്ച് വെച്ച് ഡ്രയറൊക്കെ വെച്ച് അതങ്ങോട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗ്രീൻ കളർ, ലാസ്റ്റും ഗ്രീൻ കളറും കൂടി ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ആ വൈറ്റ് കളറൊന്ന് പോയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് പിന്നെ ഭയങ്കര ക്യൂട്ട് എന്ന് പറയണോ എന്നറിയില്ല. കാരണം നമ്മളെ നോർമൽ കളേഴ്സ് അല്ലേ, പേസ്റ്റൽ കളേഴ്സ് ആകുമ്പോഴല്ലേ കുറച്ചും കൂടി ക്യൂട്ടായിട്ട് തോന്നും. എനിക്ക് അങ്ങനെ അടിക്കണം എന്നുള്ളൊരു തോട്ട് വന്നിട്ടില്ല. ഞാൻ കുറച്ചും കൂടി നമ്മളെ റിയൽ ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ ചെയ്തെടുത്താണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും മഷ്റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തു. ഇനി വാർണിഷ് അടിച്ചു കൊടുക്കുക. വാർണിഷ് ഇല്ലെങ്കിൽ ഫെവിക്കോളിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് ഒന്ന് കറക്റ്റ് ചെയ്ത് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വാർണിഷിൻ്റെ സെയിം ടെക്നിക്ക് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതും കൂടി ചെയ്തെടുത്ത് ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ പോണ്ട് തീമിലുള്ള ട്രിങ്ക് ഡിഷ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. സംഭവം എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് കമൻസിൽ പറയാം. ഇനി നെക്സ്റ്റ് എന്ത് ഐറ്റം ചെയ്യണം എന്നുള്ളതും കൂടി കമൻസിൽ പറയണം. പിന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്ത ഓണസദ്യ, പിന്നെ ക്ലൗഡ് തീമിലുള്ള ട്രിങ്ക് ഡിഷ്, അതിനൊക്കെ ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ബിഗ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.